നീതീകരണം പ്രാപിച്ച് സ്നാനപ്പെട്ട് പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും നീതിയുടെ ദാസ്യത്വത്തിലേക്ക് കടന്നു വന്ന നാം, നമ്മിൽ ഉണ്ടാകേണ്ട സ്വഭാവം എന്താണ്? ആത്മസ്വഭാവം. ആത്മസ്വഭാവം പഠിക്കുമ്പോൾ നമ്മളെയും കൂടെ ഒന്ന് നമ്മൾ ധ്യാനിച്ചങ്ങ് നോട്ട് എഴുതിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കേട്ട് ഇങ്ങനെ പോണം. അപ്പം നമ്മൾ ആരാണ്? ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം. ജഡത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഗലാത്യർ 5:5 അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡസ്വഭാവം കോപം, ക്രോധം, പിണക്കം, ജാരശങ്ക, പിന്നെ അശുദ്ധി, പിന്നെ എന്താണ്, മദ്യപാനം, ഇങ്ങനെ ദുർനടപ്പ്, ഇതൊക്കെയാണ് എന്ത്? അസൂയ. അത് പറഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല, അതേ ഉള്ളൂ ഇപ്പം. സ്തോത്രം. അപ്പം ഈ വകമായ ജഡ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകില്ല. ആത്മാവിന്റെ സ്വഭാവം. അപ്പൊ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇപ്പൊ ജഡത്തിന്റെ സ്വഭാവം. കർത്തൃദാസൻ ഒരു വഴക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ എന്താ കേറാത്തേന്നൊന്ന് ചോദിച്ചാലും ഉടനെ പിണങ്ങിപ്പോവല്ല ചെയ്യേണ്ടത്. ഇച്ചിരൂടെ നേരത്തെ വന്ന് കയറാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ, അതാണ് ആത്മാവിന്റെ സ്വഭാവം. അപ്പോൾ നമ്മളിൽ എന്താണ്? നമ്മൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ കയറിയ ജീവിക്കുവാൻ നമ്മൾ സമർപ്പിച്ച് കയറിയ ദൈവമക്കളാകിയ നമ്മളിൽ ഒരിക്കലും ജഡസ്വഭാവം ഉണ്ടാകരുത്. ആത്മസ്വഭാവം മാത്രമേ കാണിക്കാവൂ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവൻ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ നമ്മള് ക്രിസ്തുവിനുള്ളവരാണോ ക്രിസ്തുവിനുള്ളവരല്ലയോ എന്ന് ഷാജി പാസ്റ്റർ ഇപ്പൊ തലേ കൈവച്ച് പ്രവചിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളെ അറിയാൻ പറ്റും. നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ അല്പനിമിഷം ഇരുന്ന് ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മള് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാണോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണോ അല്ലയോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഉത്തരം നിങ്ങൾ എഴുതി വെച്ചിട്ട് മാനസാന്തരപ്പെടണം. ക്രിസ്തുവിനുള്ളവരാണെന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും അത് വർദ്ധിപ്പിക്കുവാനായി നമ്മളെ ഏൽപ്പിക്കും. പറഞ്ഞ മനസ്സിലായോ? ക്രിസ്തുവിനുള്ളവരല്ല എന്നൊരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇല്ല, ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അതിനെ വർദ്ധിപ്പിക്കണം. ഇച്ചിരൂടെ ദൈവത്തിന് പ്രസാദം, ഇച്ചിരൂടെ ക്രിസ്തുവിനുള്ളവനായി, ഇച്ചിരൂടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പ്രതിഫലിക്കാൻ. ഇതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. അത് 8-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന്. അപ്പൊ അവിടെ 9-ാം വചനത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവരായി നാം ആയിരിക്കണം. അടുത്ത 11-ാമത്തെ വചനത്തിൽ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇതെപ്പോഴാ വസിക്കാൻ തുടങ്ങിയേ? സ്നാനത്തിന്റെ ക്ലാസ് കേട്ടവരെന്ന് പറഞ്ഞേ, എപ്പോഴാ ഇത് വസിക്കാൻ തുടങ്ങിയത്? കുഴിച്ചിട്ട് നീതിക്കെന്ന് പറഞ്ഞ് ഉയർത്തപ്പോൾ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നീതിക്ക് ദാസരായി നമ്മൾ മാറി. അപ്പൊ ഉയർപ്പിച്ചിന്റെ ആത്മാവ് എപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തെ സ്നാനത്തിനാൽ കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ച് നമ്മൾ കുഴിച്ചിടാൻ തയ്യാറായോ, കുഴിച്ചിട്ടിട്ട് നമ്മൾ പൊങ്ങി വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? നീതിക്കായി അവന്റെ
ഉയർപ്പിനാൽ നീതിക്കായി എഴുന്നേറ്റ് വന്നു. നീതിക്കായി നമ്മൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മുടെ ആത്മാവ് നമ്മളിൽ നീതീകരിക്കപ്പെട്ടു. ഇന്നപ്പോൾ നീതീകരിക്കപ്പെട്ട ആത്മാവിന്റെ കൂടെ ആരാണ് പിന്നെ വസിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാ അങ്ങനെ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരെന്ന് കൈപൊക്കി ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ ആത്മാവിനെ അവൻ ഉയർപ്പിച്ചു, അവന്റെ ആത്മാവിനെ നീതീകരിച്ചു. ആത്മാവ് നീതീകരിക്കപ്പെട്ടപ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ആ ആത്മാവ് വേർപെട്ട് എന്തായി? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തോട് വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ ആത്മാവിന്റെ കൂടെ വസിക്കുന്നത് ഇപ്പൊ ആരാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അല്ലേ? ഉയർപ്പിച്ചവന്റെ ആത്മാവ് ആത്മാവിൽ വസിക്കാൻ തുടങ്ങി. ആത്മാവിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മർത്യ ശരീരത്തിൽ എന്ത് വേണം? ഇനി വീണ്ടെടുപ്പ് വേണം. രക്ഷിക്കപ്പെട്ടപ്പോൾ, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മതലത്തിൽ നീതീകരണം നമ്മൾ പ്രാപിച്ചു, വിശുദ്ധി പ്രാപിച്ചു. പക്ഷെ നമ്മൾ ആയിരിക്കുന്നത് ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത കാര്യങ്ങളെ ക്രമീകരിച്ച്, നമ്മുടെ സ്വഭാവങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധി ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ച് വരുമ്പോൾ ഒരു ദിവസം നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവിന്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ മർത്യ ശരീരത്തെയും ഉയർപ്പിക്കും. ഇങ്ങനെ വേണം നമ്മുടെ ശരീരത്തിന്റെ ഉയർപ്പ് നമ്മൾ പ്രാപിച്ചെടുക്കാൻ. നമ്മളെ കർത്താവ് വിളിച്ചു, നമ്മളെ വേർതിരിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു, അവന്റെ രക്ഷയ്ക്ക് പാത്രമാക്കി നമ്മളെ തീർത്തു. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ തന്നു. ആ വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച വിശ്വാസ മാർഗത്താൽ നാം രക്ഷിക്കപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു? കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മൾ സ്നാനത്താൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പഴയ ജീവിതത്തെ എല്ലാം കുഴിച്ചിട്ടു, നീതിക്കായി ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ആത്മാവ് നീതീകരിക്കപ്പെട്ട ആത്മാവിന്റെ അടുക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് വന്ന് വസിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോ കഴിഞ്ഞ കാലം എങ്ങനെയാ ജീവിച്ചേ? ബോധം ഇല്ലാതാണ് ജീവിച്ചത്, അല്ലേ? ഒരു ബോധവും ഇല്ലായിരുന്നു. തെറ്റാണോ ശരിയാണോ, ചെയ്യുന്നത് നല്ലതാണോ, പറയുന്നത് നല്ലതാണോ, നല്ല കാര്യമാണോ പറയുന്നത്, ചിന്തിക്കുന്നു, ഒരു ബോധവും ഇല്ലായിരുന്നു. പക്ഷേ നീ എപ്പം വിശ്വാസമാർഗത്തിൽ വന്ന് യേശുവിനെ സ്വന്തം രക്ഷാതാവും കർത്താവുമായി നീ സ്വീകരിച്ച്, നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, നീ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ സ്നാനത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ അവന്റെ ചുടുചോര കൊടുത്ത് നിന്നെ വന്നിട്ട് കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിട്ട് നീ ദൈവസന്നിധി സമർപ്പിച്ചോ, അപ്പോൾ മുതൽ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവ്, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ ആത്മാവിൽ വന്ന് വസിക്കുവാൻ തുടങ്ങി. എന്നിട്ട് നിന്റെ അടുക്ക പറയാണ്, തങ്കമ്മേ, മോളെ, ഇത് ശരിയല്ല, ഈ പറഞ്ഞത് തെറ്റായിപ്പോയി. ഒരു ബോധം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആന്റിയുടെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. എനിക്ക് തങ്കമ്മാന്റിയെ ഒത്തിരി ഇഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുന്നത്,
വസിച്ചു കഴിയുമ്പോൾ നിനക്ക് ബോധം വരിക. നിന്റെ കാൽ തെറ്റിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ ഒരു ബോധം. പരിശുദ്ധാത്മാവേ, ഇല്ല മോനെ, നീ ആ വഴി പോകേണ്ടവനല്ല, അല്ലെങ്കിൽ നീ ആ വഴി പോകേണ്ടവളല്ല. സ്തോത്രം. നീ അങ്ങനെ പ്രതികരിക്കേണ്ടവളല്ല, നീ അങ്ങനെ പ്രതികരിക്കേണ്ടവനല്ല. സ്തോത്രം. ഒരുവൻ അസഭ്യ വാക്കുകളാൽ പറയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാനുള്ളവരല്ല നമ്മൾ. പിന്നെയോ നമ്മൾ അവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം, അവൻ വായി തുറക്കാതെ എങ്ങനെയായിരുന്നു? ഊമനായിരുന്നു. സകലതും സഹിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ സകലവും സഹിക്കുവാനും സകലത്തെയും പരിജ്ഞാനത്തോടെ നമ്മളെ നടത്തുവാനുമായിട്ട് ഈ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും ലോകത്തിൻ്റെതായ മ്ലേച്ഛതകളിൽ നിന്ന്, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ജീവിതത്തിൽ നിന്നും നമ്മളെ വേർതിരിച്ച് നമുക്ക് ബോധത്തെ തന്ന് വിശുദ്ധിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ദിവസം ഈ ശരീരത്തെയും അവൻ ഉയർപ്പിക്കും. സ്തോത്രം. അതാണ് കാഹളം ധ്വനിക്കുമ്പോൾ എന്താണ്? മരിച്ചവർ ആദ്യം ഉയർക്കും, പിന്നീട് ജീവനോടിരിക്കുന്ന നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. അമർത്യ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായി ചേർന്ന് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മർത്യ ശരീരം ജീവിക്കുന്നത്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ടു, പെന്തക്കോസിൽ പോയി, സ്നാനപ്പെട്ടു, പെന്തക്കോസ് സഭയിൽ പോയി, കർത്തൃമേശ എടുത്തു, അടുത്തിരിക്കുന്നവനോട് മിണ്ടത്തില്ല, ഇപ്പുറത്തിരിക്കുന്നവനോട് വഴക്ക്, പിന്നെ മറ്റൊരു കുറച്ചു പേരെ കൂട്ടി അസൂയ, കുശുമ്പ്, അവള് ശരിയില്ല, ഇവൻ ശരിയല്ല. ഇന്ന് സഭകളിലൊക്കെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരാൾക്ക് വേറൊരാളെ ഇഷ്ടമല്ല, മറ്റൊരാളെ ഇഷ്ടമല്ല, പിന്നെ അഭിഷിക്തന് നേരെ പറയുക. അഭിഷിക്തന്മാർ അവർക്ക് ഇഷ്ടപ്രകാരം ആടുകളെ നടത്തുക. ഇതൊക്കെയാണ് നടക്കുക. ഇതൊന്നും അല്ല നമ്മളെ ഉയർപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്, ഇനി അങ്ങ് കർത്താവ് വന്നാൽ മതി, അങ്ങ് പൊയ്ക്കോളും. ഇല്ല. ഈ മർത്യ ശരീരത്തിനെ കുറിച്ച് പൗലോസ് പറയുന്നത് മർത്യ ശരീരം, ഇത് മരിച്ചു പോകാനുള്ളതാ, ഇത് മണ്ണിന്റെ അടിയിൽ പോകാനുള്ളതാ, മണ്ണിനോട് അലിഞ്ഞു ചേരാനുള്ളതാ. പക്ഷേ ഇതിനെ ഉയർപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്ന എന്റെ ശരീരം ഉയർക്കും? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ശരീരമൊന്നും സ്വർഗരാജ്യത്തിൽ കയറുന്നതാ, മാംസ ശരീരമൊന്നും സ്വർഗത്തിൽ കയറത്തില്ല, നമുക്ക് ദൈവം വേറൊരു ശരീരമൊക്കെ തന്നങ്ങോണ്ടില്ല. ഈ മർത്യ ശരീരത്തെയാണ് ദൈവം രൂപാന്തരപ്പെടുത്തി വിണ്ണിന്റെ ഛായയിലാക്കി മാറ്റുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ വേണം നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് യാതൊരു എക്സ്ക്യൂസും ദൈവം തരുന്നില്ല. നമ്മുടെ ഓരോ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളോട്, തിരിച്ച് മാതാപിതാക്കളോട് ഒക്കെയും, അഭിഷിക്തന്മാരോട്, കൂടെയുള്ള സഹകരിക്കുന്ന ദൈവവിശ്വാസികളോട് നമ്മളുടെ മനോഭാവങ്ങൾ കർത്താവ് ശ്രദ്ധിക്കുന്നു. ആ നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ ഉയർപ്പിലേക്ക് നമ്മൾ നടത്തുക. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശുദ്ധിയും ആത്മീക ജീവിതത്തിൽ ഇന്നും കുറച്ചുകൂടെ ദൈവത്തോടടുത്ത് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച്, സ്വഭാവങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വചനത്തിനകത്ത്, അടുത്ത 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇപ്പൊ നമ്മളത് പറഞ്ഞത് തന്നെ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഉയർപ്പിന്റെ ആത്മാവ് നമ്മുടെ കൂടെ വസിച്ചിട്ട് നമ്മളെ നടത്തും. ഇതേ പോകരുത്, അത് പോകരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്, ഇത് പാപമാണ് എന്ന് നമ്മളെ നടത്തും. ആ നടത്തുമ്പോൾ
നമ്മൾ ആരായി മാറിക്കൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ മക്കളായി മാറിക്കൊണ്ട്. അങ്ങനെയാണ് ഹാനോക്ക് നടന്നത്, അങ്ങനെയാണ് നോഹ നടന്നത്. ദൈവത്തോട് കൂടെ നടന്ന പരിശുദ്ധന്മാരെല്ലാം നടന്നത് എങ്ങനെയാണ്? ദൈവാത്മാവ് നടത്തി. ആത്മാവ് പറയും, ഇന്നടത്ത് പോ, ഇന്നാരോട് സംസാരിക്കും, ഇവിടെ നീ മിണ്ടണ്ട. നമ്മൾ മിണ്ടണ്ട എന്ന് പറയുന്ന ഇടത്തിൽ മിണ്ടും, മിണ്ടാൻ പറയുന്നിടത്ത് നമ്മൾ മിണ്ടത്തില്ല. സ്തോത്രം. അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ ദൈവാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ മക്കളായി നമ്മൾ അനുദിനവും ജീവിക്കണമെന്ന് ആണ് പൗലോസ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നത്, അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊള്ളുന്നവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കും. അപ്പൊ അവന്റെ നാമത്തെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തി പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ ഞാൻ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. നമ്മള് വിവാഹ ജീവിതത്തിലായാലും ഒരു ഭർത്താവും ഭാര്യയും ഉള്ള ബന്ധത്തിലും ഒരു സ്ത്രീ ഒരു പുരുഷന് ഭാര്യയായി തീരുമ്പോൾ അവന്റെ ഇഷ്ടമാണ് അവളുടെ ജീവിതം. പക്ഷെ ഇന്നപ്പോ ഇതെല്ലാം നേരെ തിരിച്ച് തകിടം മറിഞ്ഞ് വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ വേദപുസ്തക വചന അടിസ്ഥാന പ്രകാരം ഭർത്താവിന് കൈ കൊടുക്കുമ്പോൾ ആ ഭർത്താവ് എന്ത് ചെയ്യണം? അവന്റെ ഇഷ്ടം. ക്രിസ്തുവിലുള്ള വിവാഹത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, അവന്റെ ഇഷ്ടം. അവൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവന്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ, അവൻ വചനം പ്രസംഗിക്കുന്നവനാണെങ്കിൽ അവന്റെ കൂടെ അതിന് ഉത്സാഹം കൊടുത്ത് അതിനെ വചനം ധ്യാനിക്കുവാൻ, കൂടെ ഇരുന്ന് ധ്യാനിച്ച്, രണ്ടുപേരും കൂടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. ഒരാൾക്ക് വിട്ടുപോകുന്ന വചനം ഒരാൾ, ഇതിനൊക്കെയാണ് ദൈവം തുണ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ, ഞാൻ ഒരു വ്യക്തിയെ കൈക്കൊള്ളുന്നെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ ജീവിത രീതി പൂർണ്ണമായും ഞാൻ കൊണ്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ജീവിക്കുക എന്നതുപോലെ ക്രിസ്തുവിനെ ഞാൻ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്വഭാവത്തെ ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ സ്വീകരിച്ച് അതിൻ പ്രകാരം എന്നെ മാറ്റിയിട്ട് ആ വ്യക്തിയുടെ കൂടെ ഞാൻ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അപ്പോൾ ദൈവത്തിന് മക്കളാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, അവനെ വിശ്വസിക്കണം. രണ്ട്, നമ്മൾ അവൻ നടത്തുന്ന വഴിയിൽ നമ്മൾ നടക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് കഴിഞ്ഞിട്ട് അവൻ നടത്തുന്ന വഴിയിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആരാണ്? മക്കളാണ്. നമ്മൾ അടിമകളല്ല, നമ്മൾ വേലക്കാരല്ല. പിന്നെ ആരാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള പുത്ര സ്വീകാരത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് 8:17 വരുമ്പോൾ അവിടെ പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാകും. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ ദൈവ മക്കളെന്ന് പറയുമ്പോൾ ചില അവകാശങ്ങൾ, ക്രിസ്തു എന്താണോ, ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമാണോ ഉള്ളത് അതെല്ലാം നമുക്കും ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങളെ ഇരുത്തും. യോഹന്നാൻ 17 പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 17 പറയുന്നുണ്ട്, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം ഇവർക്കും കൊടുക്കണമേ. എടുത്താട്ടെ യോഹന്നാന്റെ 17 ജീസസ് 17:21 നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരിൽ നമ്മിൽ ആകേണ്ടതിന് തന്നെ. അപ്പം യേശു പിതാവിൽ, പിതാവ് യേശുവിൽ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനോട് കൂടെ ചേർന്ന ആരെയും കൂടെ ഒന്നാക്കുകയാ? നമ്മളെയും കൂടെ. മനസ്സിലായോ? യോഹന്നാന്റെ സുവിശേഷം 17 21 അതിരിക്കുന്നത്. അപ്പോ
യേശുവും പിതാവും എന്താണ്? ഒന്നാണ്, അല്ലേ? അതിൻ്റെ കൂടെ നമ്മളെയും എന്ത് ചെയ്യാണ്? ഒന്നാക്കുകയാണ്. അവിടെ മാറ്റി നിർത്തുകയല്ല നമ്മളെ. അപ്പൊ ഒന്നാമത്തെ അവന്റെ അവകാശം എന്ന് പറയാം, അവന്റെ അവകാശം, കൂട്ടവകാശത്തിൽ നമ്മളെ ചേർക്കുമ്പോൾ പിതാവും പുത്രനായ യേശുക്രിസ്തുവും എങ്ങനെ ഒന്നായിരിക്കുന്നുവോ ആ കൂട്ടായ്മയിൽ, ആ ഒന്നിൽ നമ്മളെയും കൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ പിതാവ്, പുത്രൻ, ഞാൻ. എല്ലാരും അതൊന്ന് പറഞ്ഞു നോക്കിക്കേ. പിതാവിൽ പുത്രൻ, പുത്രനിൽ പുത്രൻ, പിതാവിൽ, ഇതിനകത്ത് ഞാൻ. സ്തോത്രം. ഇതാണ് കൂട്ടവകാശം. പിതാവ് എന്ത് ചിന്തിക്കുന്നോ അത് പുത്രൻ അറിയാം, പുത്രൻ എന്ത് ചിന്തിക്കുന്നോ പിതാവിനറിയാം. ഇത് തന്നെ എനിക്കും അറിയാം. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു അവകാശത്തിലേക്ക് നമ്മളെ ആക്കുന്നു. രണ്ടാമത്തത് എന്ന് പറയുന്നു, നീ എനിക്ക് തന്ന, 22-ാമത്തെ വചനം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. യേശുവിന് എന്ത് മഹത്വമാണോ പിതാവ് കൊടുത്തിട്ടുള്ളത് അതേ മഹത്വം എനിക്കും തരുന്നു. സന്തോഷമില്ലേ? സ്തോത്രം. അപ്പം അതേ മഹത്വം പിതാവിന് എന്താണ്? അങ്ങോട്ട് ചെന്നപ്പോഴേ വലത്തു ഭാഗത്ത് അങ്ങ് പിടിച്ചിരുത്തി, ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുത്തി. അപ്പൊ നമ്മളെ എന്ത് ചെയ്യും? വലത്തു ഭാഗത്ത് ഇരുത്തും. പിതാവായ ദൈവം ഒരു ചെങ്കോല് കയ്യിൽ കൊടുത്തു, നീ ഇവിടെ ഇരി, ഈ ചെങ്കോലും പിടിച്ചോണ്ടിരി, ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്ത് ചെയ്യും? ഇരിക്ക്, എന്റെ വലത്തു ഭാഗത്ത് ഇരിക്ക. അപ്പൊ എന്നതുപോലെ നമുക്ക് ആ മഹത്വം, പിതാവിന്റെ മഹത്വം ക്രിസ്തുവിൽ കൊടുത്തതുപോലെ അതിലൊരു കൂട്ടവകാശം, എല്ലാത്തിനും പോയി കൂട്ടുകൂടുകയാണ്. സ്തോത്രം. അടുത്തത് മൂന്നാമത് പറയുന്നത് 23-ാം വചനത്തിൽ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന്. അപ്പൊ യേശുവിനൊരു സ്നേഹം, നമുക്കൊരു സ്നേഹമല്ല. യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലൊരു സ്നേഹം. അതാണ് മക്കളെങ്കിൽ അവകാശികളും കൂട്ടവകാശികളും. യേശുവിന് എന്തെല്ലാം പ്രോപ്പർട്ടി പിതാവ് എഴുതി കൊടുത്തിട്ടുണ്ടോ അത്രയും പ്രോപ്പർട്ടി നമുക്കും തന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഒന്ന്, അവനിൽ ഒന്നാക്കുന്നു. രണ്ട്, അവന്റെ മഹത്വം നമുക്ക് തരുന്നു. മൂന്ന്, അതേ സ്നേഹം, യേശുവിനെ സ്നേഹിച്ച അതേ സ്നേഹം. എന്നിട്ട് അതിന്റെ അടുത്ത വചനത്തിൽ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർ, 24-ാം വചനത്തിൽ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ ഇരിക്കണം. പിന്നെയുള്ള അവകാശം എവിടാണ്? കർത്താവിൽ ഇരിക്കുന്ന ഇടം. സ്തോത്രം. അപ്പൊ ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ മക്കളായി തീർന്നാൽ നമുക്ക് ഈ അവകാശമാണ് എല്ലാം ഉള്ളത്. അവകാശവും കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്തെല്ലാം പിതാവ് പുത്രന് കൊടുത്തിട്ടുണ്ടോ ആ മുഴുവൻ അധികാരവും, മുഴുവൻ അവകാശവും, മുഴുവൻ സ്നേഹവും, മുഴുവൻ മഹത്വവും പിതാവ് പുത്രന് കൊടുത്തതുപോലെ തന്നെ അവന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന നമ്മൾക്കും തരികയാണ്. സ്തോത്രം. അടുത്തത് അവിടെ പറയുന്നു, ഇതെല്ലാം പ്രാപിക്കുന്നതിന് എന്താണ്? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ട. ഇനി അവകാശമൊക്കെ നമുക്ക് പ്രാപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടു പോകുമ്പോൾ അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ കഷ്ടത ഇതിലുണ്ട്, അല്ലേ? എന്റെ ക്രൂശ് എടുക്കാത്തവൻ എന്നോടുകൂടെ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുണ്ട്? ഒരു ക്രൂശിന്റെ അനുഭവമുണ്ട്, ഒരു കഷ്ടത്തിന്റെ അനുഭവമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. പല രീതിയിൽ അവന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ചില കഷ്ടതകൾ അവൻ ക്രൂശ് ചുമന്നതുപോലെ അതിൽ കൂടി ദൈവം നമ്മളെയും കടത്തിവിടും. അത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 22-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14:22, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതെന്നും പ്രബോധിപ്പിച്ചു.
അപ്പൊ വചനം പഠിക്കുന്ന നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കണം, എത്രത്തോളം നമ്മൾ വചനം പഠിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. അല്ലേ? വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. അപ്പൊ വചനം നമ്മൾ പഠിക്കും തോറും, വചനം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കും തോറും, ചുമ്മാ കേൾക്കുന്നവരല്ല, സമർപ്പിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ കേൾക്കുന്നവർക്കും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറയ്ക്കും, നിലനിൽക്കും. അല്ലേ? ഈ നിലനിന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നും. അപ്പൊ ദൈവരാജ്യത്തിനകത്തോട്ടൊരു എൻട്രൻസ് എന്ന് പറയുന്നത് ചില കഷ്ടങ്ങളിൽ കൂടിയാണ്. അപ്പൊ കർത്താവിന്റെ നാമത്തിൽ നാം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഈ ലോകത്തിൽ നമ്മളെ അടർത്തിയെടുക്കുമ്പോൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? വിടുവിക്കുവാൻ പിതാവിന്റെ ഇഷ്ടപ്രകാരം പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ദുഷ്ടലോകത്തിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത്. ഇപ്പൊ ഈ ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്, ആത്മതലത്തിലാണ് നമ്മൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരം ഇപ്പോഴും എവിടെയാണ്? ഈ ദുഷ്ടലോകത്തിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ആത്മാവ് പറയുന്ന അനുസരിച്ച് നമ്മൾ നടക്കണമെങ്കിൽ ഈ ശരീരത്തിന് എന്തുണ്ട്? കഷ്ടമുണ്ട്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. നല്ല ഒരു സിനിമ വരുമ്പോ അയൽവാസികൾ പറയും, നല്ല ഒരു സിനിമയുണ്ട്, നമുക്കൊന്ന് കാണാമോ പറയുമ്പോ നമുക്കും ഒരു ആയം വരും, നമുക്കും ഒന്ന് പോയി സ്തോത്രം അതൊക്കെ കേൾക്കുമ്പോ, അല്ലേ? പക്ഷേ നമ്മൾ ദണ്ഡിപ്പിച്ച് നിർത്തുകയാണ്. ഇല്ല, ഞാൻ ആരാണ്? ദൈവാത്മാവ് നടത്തുന്നവനാണ്, ഞാൻ ദൈവ പൈതലാണ് എന്നുള്ള ആ ഒരു നടത്തിപ്പ് അകത്ത് വരുമ്പോൾ ശരീരത്തെ നമ്മൾ ദണ്ഡിപ്പിക്കുക. ഒരുവൻ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുക, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുക. നമ്മൾ പറയത്തില്ല, നാവിന്റെ തുമ്പത്ത് വരെ വന്നതാ, അല്ലേ? പറയാൻ നാവിന്റെ തുമ്പത്ത്, പിന്നെ ഞാൻ എന്നെ അങ്ങ് പിടിച്ചു ഒതുക്കി. ഇതാണ് കഷ്ടത എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ഒതുക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. പറഞ്ഞു പോകും, ചിന്തിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുന്ന ചിന്തയിൽ കൂടി പോലും ചെയ്യരുതെന്നാ പറയുന്നത്. എങ്ങനെ പറ്റും? അപ്പം കഷ്ടത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറെ പേരിങ്ങോട്ട് വന്ന് നമ്മളെ കുറെ അടിച്ചു, നമ്മളെ തൂക്കിയെടുത്ത് കിണറ്റിയിട്ടു, അല്ലെങ്കിൽ നമ്മളെ അങ്ങ് കഴുത്തറുത്ത് കൊന്നു, തീർന്നു സുശേഷം, നമ്മൾ രക്ഷപ്പെട്ടു സ്വർഗത്തിൽ പോയി. ഇതാണ് ഉപദ്രവം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതൊരു ഉപദ്രവമുണ്ട്. അത് ചിലരെ ദൈവം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അടികൊള്ളാനും, കഴുത്തറുക്കപ്പെടാനും, ഉപദ്രവിക്കപ്പെടാനും, കാരാഗ്രഹങ്ങളിൽ അടയപ്പെടാനും ഒക്കെ അതും ഒരു തലം രക്തസാക്ഷികളാകുവാൻ തക്കവണ്ണം ചിലർക്ക് കോളിംഗ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എൻ്റെ മോൻ എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഇവനെ രക്തസാക്ഷിയായി പിടിച്ചുകൊണ്ടുപോയി ഇവന്റെ കഴുത്തറുക്കാൻ പോകുന്നത്. ഞാൻ ചാടി എഴുന്നേറ്റു കണ്ടപ്പോ. ഞാൻ ഇവനോട് അടുത്ത ദിവസം വിളിച്ചപ്പോ പറഞ്ഞു, മക്കളെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതിനെന്താ മമ്മി? നല്ലതല്ലേ? കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്, ഞാനതിന് തയ്യാറാണ്, മമ്മിക്ക് സന്തോഷം വരണ്ടേ? അപ്പൊ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു പോയി. സത്യം പറഞ്ഞത് ദൈവത്തിന്റെ അത് ചിലർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളിംഗ്, എല്ലാവർക്കും ഉള്ള കോളിംഗ് ഒരുപോലെയല്ല. ഞാൻ അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ കർത്താവ് എന്നെ ആ പാതയിൽ നടത്തും. പക്ഷേ അതിനു ഉപരിയായിട്ട് നമ്മുടെ സ്വഭാവങ്ങളെ ക്രമീകരിക്കുവാൻ, കർത്താവിലുള്ള വിശുദ്ധിയെ നമ്മുടെ ജീവിതത്തിൽ അത് ചോർന്നു പോകാതെ നമ്മൾ കൊണ്ടുപോകുവാൻ, നമ്മുടെ കണ്ണുകളിനാൽ, നമ്മുടെ നാവിനാൽ, നമ്മുടെ കേൾവിയിനാൽ, നമ്മുടെ ഹൃദയ ചിന്തകളാൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലിനാൽ, നമ്മുടെ നടത്തതിലൊക്കെയും വീഴ്ച വരാതെ സൂക്ഷിക്കുന്നത് ഒരു വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ആ കഷ്ടത നമ്മൾ ദണ്ണിപ്പിച്ച് പൗലോസ് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതെ വരുവാൻ
എന്നെ എന്റെ ശരീരത്തിൽ ദണ്ഡിപ്പിക്കുന്നു. ഞാൻ പ്രസംഗിക്കുകയാണ്. തെറ്റ് ചെയ്യരുത്, കുറ്റം ചെയ്യരുത്, സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോ എന്നിൽ ഇതൊന്നും ഇല്ല എങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാം വൃഥ. പക്ഷേ പ്രസംഗിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെ ഉറപ്പിച്ച വചനത്തിന്റെ പോലെ തന്നെ എന്റെ ജീവിതവും എന്റെ സ്വഭാവവും നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മളെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെയാണ് പിതാവ് പറയുന്ന, കർത്താവ് പറയുന്നത് എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവിന്റെ രാജ്യം നിനക്കായി ഒരുക്കിയിരിക്കുന്നു, വന്ന് പ്രവേശിക്കുക. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ കഷ്ടത നമ്മൾ പെട്ടേ പറ്റി. എങ്ങനെയും ജീവിച്ച്, എന്തും പറഞ്ഞ്, എവിടെയും കോപപ്പെട്ട്, എവിടെയും എന്തും പറഞ്ഞ്, ആരോടെങ്കിലും പിണങ്ങി, ഞാൻ വിശുദ്ധയാണെന്ന് പറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിലോട്ട് പ്രവേശിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അവിടെയാണ് നമുക്ക് ഈ ചിലര് ചോദിക്കുന്ന സ്നാനത്തെ കുറിച്ച് പറയുന്നത്. സ്നാനപ്പെട്ട എല്ലാരും പോവോ, എന്നാ പിന്നെ ഇന്നാര് പോവോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അവിടെ വാ അടച്ചു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരരുത്. നമ്മളെ കാണുന്നവർ, അയ്യോ ഇന്നാര് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വേർപെട്ടതാ, അവൻ സ്വർഗത്തിൽ പോവും, അവള് പോവും എന്ന് പറഞ്ഞാൽ അവളുടെ ക്യാരക്ടർ അതാണ്. അപ്പൊ നമ്മളെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്ന നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവശുദ്ധി, നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളും ക്രമങ്ങളുമാണ് നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. അപ്പൊ ദണ്ണിപ്പിച്ച് ഒതുക്കേണ്ടതെല്ലാം ഒതുക്കണം. രാഗമോഹങ്ങളോടെ ക്രൂശിൽ തറയ്ക്കേണ്ടതെല്ലാം തറയ്ക്കണം. ദാവീദ് പറഞ്ഞതുപോലെ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന്. അപ്പൊ നാവ് നല്ലപോലെ ക്രമീകരിക്കണം. യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണിന് നിയമം ചെയ്തു, എന്നിട്ട് അതും പറഞ്ഞത് പോരാത്തതിന് പിന്നെ എന്താ പറയുന്നത്? എന്റെ കണ്ണ് കണ്ടതിന്റെ പുറകെ എന്റെ ഹൃദയം പോയിട്ട്, എന്റെ കാലടി വഴുതി തെറ്റിപ്പോയിട്ട് എന്റെ കൈകളിൽ കറ. നോക്കിക്കേ, ഒരു കണ്ണ് ചെയ്ത കാര്യം എവിടൊക്കെ പോയി നോക്കിക്കേ. ഒരു കണ്ണ് നോക്കി. എന്തായാലും ഈ ലോകത്ത് നടക്കുമ്പോ ഒരു സിനിമ പോസ്റ്റർ കാണാതൊന്നും ഇരിക്കത്തില്ല. നമ്മളെന്താ കണ്ണടച്ചോണ്ട് നടക്കാൻ പറ്റൂ? അല്ല ബ്രദറെ, റോഡിൽ കൂടെ പോകുമ്പോ കണ്ണടച്ചോണ്ട് നടക്കാൻ പറ്റും? പക്ഷേ കണ്ണ് നോക്കി. ഷാജി പാസ്റ്റർ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വിട്ടു പോകുമ്പോ ഒരു പോസ്റ്റർ കണ്ടു. പക്ഷെ പാസ്റ്റർ റിവേഴ്സ് ഗിയർ ഇട്ടാൽ റിവേഴ്സ് ഗിയർ ഇടുന്നതിന്റെ കാരണം എന്താ? ആ കണ്ണ് കണ്ടത് അകത്ത് ഹൃദയത്തിൽ ചെന്ന് തൊട്ടു. അപ്പൊ ഒന്നുകൂടെ കാണണമെന്നൊരു ആഗ്രഹം. പെട്ടെന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് വന്നിട്ട് ഒന്നുകൂടെ കണ്ടു. മുന്നോട്ട് പോന്നെങ്കിലും ഹൃദയത്തിൽ ഇത് കിടക്കുന്നു. അടുത്ത തിയേറ്ററിൽ കയറി ഇതങ്ങ് കണ്ടു. കാലടി വഴുതി, പ്രമാണം വിട്ടു. ഇപ്പം കൈകളിൽ കറ. കൈ ദൈവസന്നിധിയിൽ മലർത്താൻ പറ്റുന്നില്ല. പിതാവേ കരുണ തോന്നണമേ എന്ന് കൈകൾ ദൈവസന്നിധിയിൽ മലർത്തിപ്പിടിക്കണമെങ്കിൽ കറ പറ്റരുത്. അപ്പം നമ്മുടെ കണ്ണൊന്നും നോക്കിയത് നിമിത്തം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമില്ലാത്തവരായി, യോഗ്യതയില്ലാത്തവരായി നാം മാറപ്പെടുകയാണ്. അനുഭവത്തിലേക്ക് നമ്മൾ ആകരുത്. അതിന് നമ്മൾ എന്റെയും ചില കഷ്ടത വരും. പിടിച്ചു നിർത്താനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ, ആത്മാവിന്റെ പ്രമാണത്തിലാണ് ഞാനെന്ന് പറഞ്ഞ ആ ചിന്ത നമ്മളെ ആ നിർത്തേണ്ടിടത്ത് നിർത്തുമ്പോൾ നമുക്ക് കുറച്ച് വൈഷമ്യങ്ങൾ ഉണ്ടാകും. അതാണ് അവിടെ ആ വചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് 8:19 മുതൽ 22 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ, സൃഷ്ടികൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശപിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പിനായി നമ്മൾ ദൈവമക്കൾ എങ്ങനെ കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നുവോ, അതുപോലെ സൃഷ്ടികൾ, പറവജാതികൾ,
ഒക്കെയും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? സൃഷ്ടികർത്താവ് വരും, വന്ന് ഈ ശാപം നീക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ശാപത്തിനകത്തു നിന്നും ഞങ്ങളും ഒരിക്കൽ ഒരു ദിവസം എന്ത് ചെയ്യപ്പെടും? വിമുക്തരാകപ്പെടും എന്ന് പറഞ്ഞ് അവരും ഈറ്റുനോവോടെ എന്ത് ചെയ്യുകയാണ്? സർവസൃഷ്ടി 22-ാം വചനം, സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞനങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. സൃഷ്ടി മുതൽ കൊണ്ട് സകലതും ഒരു പുതിയ വീണ്ടെടുപ്പിനായി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമുക്കുണ്ടാകും എന്നുള്ള ഒരു പുതിയ ആധിപത്യത്തിൻ കീഴിൽ, പാപമില്ലാത്ത ഒരു ഭൂമിയിൽ, ശാപമില്ലാത്ത ഒരു ഭൂമിയിൽ നാം വസിക്കും. ഇതിനു വേണ്ടി ഞരങ്ങി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. അപ്പൊ അവരത്രത്തോളം കാക്കുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി കാത്തിരിക്കണം. അപ്പൊ നമ്മുടെ കാത്തിരിപ്പിന്റെ ശക്തിയും വർദ്ധിക്കണം, കാത്തിരിപ്പിന്റെ ആഗ്രഹം വർദ്ധിക്കണം. ഇന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹത്തിന്റെ മേൽ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധിയും അതുപോലെ ഉന്നതമായിരിക്കണം. അടുത്തതായിട്ട് അതിന്റെ 8-ന്റെ 26, 27 വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന, പൗലോസ് പറയുന്നു, കൊരിന്ത്യരിൽ പറയുന്നു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് ആത്മാവ് നമ്മളിൽ നിന്ന് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട്, ബലഹീനത എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴുന്ന ബലഹീനതയല്ല, പിന്നെയോ ചില വിഷയങ്ങൾ, ഇതെങ്ങനെ പ്രാർത്ഥിക്കണം, ഈ വിഷയത്തിന് വേണ്ടി എന്തായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാതെ വരുമ്പോൾ അവിടെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, അവിടെ ആത്മാവിന് വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിൽ കയറി നാം ദൈവസന്നിധി ജാഗരിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിന്ന് വിഷയങ്ങളുടെ മേൽ, ഈ പാപ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിഷയങ്ങളിൽ, ഇപ്പൊ കുറച്ചു മുൻപേ കുഞ്ഞിന്റെ കാര്യം അല്ലെങ്കിൽ സാമ്പത്തിക മണ്ഡലത്തിലെ ബുദ്ധിമുട്ട് ഒക്കെയും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും പല ജീവിതങ്ങളും പിന്മാറ്റത്തിൽ പോകാൻ കാരണവും സാമ്പത്തികമാണ്. സാമ്പത്തികം വലിയൊരു ബലഹീനതയാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന് നമ്മൾ അത് വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവം നമ്മളെ സന്തോഷത്തോടെ നിർത്തുന്നത്. ആ കാര്യം ഒന്ന് ചാടിക്കടക്കുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വിഷയങ്ങളെ നാം വിശ്വാസത്തിൽ ഉറച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഞാൻ ഒരു ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലാണ്, ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ നടത്തിപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിലാണെന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്ന് നമ്മളെ ബലപ്പെടുത്തും. നമ്മളെ ബലഹീനപ്പെടും, പക്ഷേ നമ്മളെ ദൈവം ബലപ്പെടുത്തും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്തോത്രം. അല്ലാതെ പാപത്തിന്റെ ചേറ്റി ചെന്ന് വീണിട്ട് അയ്യോ ബലഹീനപ്പെട്ട അത് അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തൂക്കി എടുത്തോണ്ട് വന്ന് കുളിപ്പിച്ച് ഇരുത്തുമെന്നല്ല അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിനക്ക് അനുദിന ജീവിതത്തിൽ നിന്റെ ആവശ്യത്തിനകത്ത് നീ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്കകത്ത് നീ ബലഹീനപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നീ വാടി വലഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിന്നെ ഉറപ്പിക്കുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ ധൈര്യപ്പെടുത്തുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. റോമാ സഭയിലുള്ള റോമിൽ രക്ഷിക്കപ്പെട്ടു വന്ന ജനത്തെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് കൈ പിടിച്ച് വലിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാ, നിന്റെ വിഷയങ്ങൾ ദൈവത്തിനുള്ളതാ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ് ആത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് 28-ാം വചനത്തിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുക, നാം ദൈവത്തെ സ്നേഹിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എന്ത് ചെയ്യും? എന്റെ വചനം പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ അവന്റെ വചനം പ്രമാണിക്കുന്നവർക്ക്. ജീവന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്? ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് എന്താ? ദൈവത്തിന്റെ സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം. ഈ സ്നേഹത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, നമ്മൾ വചനത്തെ പ്രമാണിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കുമ്പോൾ, അവനെല്ലാം എന്ത് ചെയ്യാണ്? നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നിന്റെ വിഷയങ്ങൾ നന്മയ്ക്കായി മാറ്റുന്നു, നിന്റെ കഷ്ടതകൾ നന്മയ്ക്കായി മാറ്റുന്നു, നിന്റെ ബുദ്ധിമുട്ടുകൾ ദൈവം നന്മയ്ക്കായി മാറ്റുന്നു. അപ്പൊ നീ മാറി നിന്നിട്ട് പറയും, ഇത് വന്നത് നന്നായി, എന്റെ കർത്താവിനെ ഇച്ചിരൂടെ എനിക്ക് ആശ്രയിക്കാൻ പറ്റി. പ്രിയ കർത്തദാസൻ പറഞ്ഞതുപോലെ യഹോവയിൽ ആശ്രയിച്ച് അവനെ തന്നെ ആശ്രയിച്ചു പോകും. അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ. ആശ്രയം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ബലഹീനതയിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുകൊടുക്കണം. അവിടെയാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ചാൽ നീ പ്രമാണം പ്രമാണിക്കും, നീ അനുസരിക്കും, കൽപ്പന അനുസരിക്കും, ദൈവവചനം അനുസരിക്കും. ദൈവവചനം അനുസരിക്കണമെങ്കിൽ ദൈവവചനം പഠിക്കണം. അപ്പൊ പഠിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പഠിക്കാൻ വന്നിരിക്കുന്ന നാം അതിൻ്റെതായ ക്രമങ്ങളോടുകൂടെ, അതിൻ്റെതായ ഉത്തരവാദിത്വത്തോടെ, അതിൻ്റെതായ സമർപ്പണത്തോടെ നമ്മൾ പഠിക്കണം. പേപ്പറിൽ എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇത് പതിക്കണം. സ്തോത്രം. പതിച്ച് നമ്മൾ അത് അനുസരിച്ച് ഓരോ നിമിഷവും ഉറക്കത്തിൽ പോലും ആ പ്രമാണം നമ്മുടെ അകത്ത് ജീവിക്കുന്നത് നമ്മൾ കാണണം.